നമസ്കാരം. ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രവർത്തകർ, കലാകാരന്മാർ, സിനിമാ പ്രേമികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കാൻ ചലച്ചിത്രമേള ആരംഭിച്ചത്. നിരവധി ഇന്ത്യൻ അഭിനേതാക്കളും ചലച്ചിത്ര പ്രവർത്തകരും റെഡ് കാർപ്പറ്റിലൂടെ നടന്നു. അഭിമാനകരമായ പരിപാടിയുടെ ഭാഗമായി നിരവധി ഇന്ത്യൻ സിനിമകൾ പ്രദർശിപ്പിച്ചു. കാൻസിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തിന് പുറമെ ആഗോളതലത്തിൽ തങ്ങളുടെ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് രാജ്യത്തിന്റെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഭാരത് പവലിയനും ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പരിപാടിയൊക്കെ കളറായിരുന്നു. എന്നാൽ 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നടി ഉർവശി റൌട്ടേല ബ്രസീലിയൻ ചിത്രമായ ദി സീക്രട്ട് ഏജന്റ് എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിൽ എത്തിയിരുന്നു. കാനൻ താരങ്ങൾ തിളങ്ങാറുള്ള റെഡ് കാർപ്പറ്റിൽ തന്റെ ലുക്കിനാൽ ഉർവശി അതിവേഗം സോഷ്യൽ മീഡിയ വൈറലായി. എന്നാൽ ഓൺലൈനിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിലും വീഡിയോകളിലും ഉർവശി റൌട്ടേല ഒരു കറുത്ത ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഡ്രസ്സിന് ഒരു പ്രശ്നമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയത്. ഉർവശിയുടെ കൈയുടെ താഴ്വശത്തായി വസ്ത്രത്തിൽ വ്യക്തമായൊരു ദ്വാരമുണ്ടായിരുന്നു. ഡിസൈനർമാർക്ക് വാർഡ്രോബിന്റെ തകരാർ കണ്ടെത്താൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളാൽ നിറഞ്ഞു. ഒരാൾ ഉർവശി റൌട്ടേലയുടെ വീഡിയോ എക്സിൽ പോസ്റ്റ് എഴുതി. ഉർവശി റൌട്ടേല കാൻസിൽ കീറിയ വസ്ത്രം ധരിച്ച ആദ്യ ഇന്ത്യക്കാരി. ഇതാണ് ക്യാപ്ഷൻ ഇട്ടത്. സോഷ്യൽ മീഡിയയിലും റെഡിറ്റിലും മുൻപ് തന്നെ ട്രോൾ ചെയ്യപ്പെടുന്ന താരമാണ് ഉർവശി. തന്നെക്കുറിച്ച് സ്വയം അഭിമുഖങ്ങളിലും മറ്റും പറയുന്ന കാര്യങ്ങൾ ഉർവശിക്ക് തിരിച്ചടിയായി ലഭിക്കാറുണ്ട്. അടുത്തിടെ ഉത്തരാഖണ്ഡിൽ തന്റെ പേരിൽ ക്ഷേത്രമുണ്ടെന്ന് ഉർവശിയുടെ വാദം വിവാദമായിരുന്നു. അതിനിടയിലാണ് കാനിലെ അനുഭവം. അതേസമയം ഉർവശി ധരിച്ച വസ്ത്രം നജാസാദി ഡിസൈൻ ചെയ്ത കറുത്ത സിൽക്ക് ടെഫ്രി ഗൗൺ ആണ്. നീണ്ട ഷിയർ സ്ലീവുകളും ഉയർന്ന നെക്ക് ലൈൻസും ഉള്ള കറുപ്പിന്റെ ഗാംഭീര്യം വിളിച്ചോതുന്നതായിരുന്നു ഡ്രസ്. കാനിൽ പല പ്രമുഖരും ഈ ഡിസൈനറുടെ വസ്ത്രങ്ങളാണ് ധരിച്ചത്. അതേസമയം ഡ്രസ്സിന് സംഭവിച്ച തകരാർ നിർമ്മാതാക്കളിൽ നിന്നും സംഭവിച്ചതാണോ അല്ല ധരിച്ചപ്പോൾ സംഭവിച്ചതാണോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഈ തകരാറിനാൽ ചിലർ ജോലി പോയേക്കുമെന്ന വരെ പറയുന്ന കമന്റുകൾ ഉണ്ട്. ഉർവശിയുടെ വിവാദങ്ങൾ ഓർമ്മിപ്പിച്ച ചിലർ ഇത്തരം നീക്കങ്ങൾ ശ്രദ്ധ കിട്ടാൻ താരം തന്നെ നടത്തിയേക്കാമെന്നും കമന്റിൽ അഭിപ്രായപ്പെടുന്നു.